Hello students, welcome to Sonu's Learning World. ഇന്ന് നമ്മൾ ക്ലാസ് 12 ഇന്റഗ്രൽസ് എക്സസൈസ് 7.6 ക്വസ്റ്റ്യൻ നമ്പർ 6 മുതലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 6 എന്താണ്? ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ലോഗ് എക്സ്. സോ നമുക്ക് രണ്ട് ഫംഗ്ഷൻ എന്താണ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് വരുന്നത്. എക്സ് സ്ക്വയർ ഇൻറ്റു ലോഗ് എക്സ് എന്നാണ് വരുന്നത്. ഓക്കെ, സോ ആ സമയത്ത് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലെ. സോ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ഐലേറ്റ് നോക്കും അല്ലെ. ഐലേറ്റ് എന്ന് പറഞ്ഞ റൂള് നോക്കുമ്പോൾ നമുക്ക് ലോഗരിതമിക് ഫംഗ്ഷൻ ആണ് ഫസ്റ്റ് പ്രയോറിറ്റി ഉള്ളത്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഓൾജിബ്രാക് ഫംഗ്ഷൻ ഉള്ളത് പ്രയോറിറ്റി. സോ നമ്മൾ ഇതിനെ എങ്ങനെ മാറ്റി എഴുതും? ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയറിന് പകരം നമ്മൾ അവിടെ എന്ത് എഴുതും? ലോഗ് എക്സ് ഫസ്റ്റ് എഴുതും അല്ലെ. സോ ഇന്റഗ്രൽ ഓഫ് ലോഗ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ഡി എക്സ് നമ്മൾ മാറ്റി എഴുതി. ഓക്കെ, സോ ഇനി എന്താണ്? ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഫസ്റ്റ് എന്താണ്? ലോഗ് എക്സ് ഇൻറ്റു integral of second. Integral of second means integral of x square, that is x cube by 3. First into integral of second minus integral of അല്ലെ ഡെറിവേറ്റീവ് ഓഫ് log x എന്താണ്? 1 by x ആണ്. into integral of second. Integral of second എന്ന് പറഞ്ഞാൽ x square dx പിന്നെ ഒരു വലിയ dx. Okay, so that is equal to log x into x cube by 3 minus integral of 1 by x into ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x cube by 3 dx. Okay, so that is x cube by 3 log x minus, okay, ഇവിടെ നമുക്ക് എന്താണ്? ഒരു എക്സും ഈ എക്സും കൂടെ ക്യാൻസൽ ചെയ്യാലോ. ഈ എക്സിനെ നമുക്ക് ഇവിടുത്തെ ഒരു എക്സ് പോകുമ്പോൾ ബാക്കി എന്തുണ്ട്? എക്സ് സ്ക്വയറും മുകളിലുണ്ട് അല്ലേ. സോ ഈ 1/3 ഞാനങ്ങ് പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഈസ് എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് സി. ഓക്കെ, സോ നമുക്ക് ഇതിനൊന്ന് അറേഞ്ച് ചെയ്തപ്പം എക്സ് ക്യൂബ് ബൈ 3 ലോഗ് എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ 9 പ്ലസ് സി. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ഡി എക്സ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ. സോ നമ്മൾ ഐ ലേറ്റ് നോക്കുന്ന സമയത്ത് ഇത് നമുക്ക് ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ് അല്ലെ. സോ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ് ഫസ്റ്റ് വരുന്നത്, പിന്നെ ഉള്ളൂ ഓൾജിബ്രാക് ഫംഗ്ഷൻ വരുന്നത്. സോ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനാണ്? അത് ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ്. സോ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും? ഇന്റഗ്രൽ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് അല്ല, ഇന്റഗ്രൽ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എക്സ് ഡി എക്സ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇൻറ്റു, ഇനി നമുക്ക് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യാം. ഫസ്റ്റ് എന്താണ്? സൈൻ ഇൻവേഴ്സ് എക്സ്. ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇന്റഗ്രൽ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് സ്ക്വയർ ബൈ 2. ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്താണ്? 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, minus integral of derivative of first into integral of second, that is integral of second is x ന്റെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് x square by 2 പിന്നെ ഒരു dx കാണും, ഈ ഇന്റഗ്രേഷന്റെ dx. ഓക്കെ, so that is x square sin inverse x by 2 minus integral of x square by, okay, ഈ 1/2 ഞാനങ്ങ് പുറത്തെടുത്തു. ഓക്കെ, 1/2 ഞാനങ്ങ് പുറത്തെടുത്തു. ബാക്കി എന്താണ്? ഇന്റഗ്രൽ ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഓക്കെ, സോ ഇനി നമ്മൾ ഈ ഭാഗം നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിനെ എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്കൊരു കാര്യം ചെയ്യാം. ഈ മൈനസ്, കാരണം ഈ താഴെ ഒരു മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, ഞാനിപ്പോ പറഞ്ഞുതരാം. എക്സ് സ്ക്വയർ സൈൻ ഇൻവേഴ്സ് എക്സ് by 2, ഇവിടെ പ്ലസ് 1/2 എഴുതിയിട്ട് ഞാൻ ഈ മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതി. അതായത് ഈ മൈനസിനെ ഉള്ളിലേക്ക് ഞാൻ എടുത്തു. സോ മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ dx.
ആണല്ലോ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ 2 പ്ലസ് 1/2 ഇന്റഗ്രൽ ഓഫ്, ഞാൻ ഒരു 1 ഇതിന്റെ കൂടെ ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്യും ചെയ്യുക. 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1. ഓക്കെ, ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആയത് നമുക്ക് മൈനസ് എക്സ് സ്ക്വയർ തന്നെയല്ലേ വരുന്നത്. കാരണം നമുക്ക് ഈ 1 മൈനസ് എക്സ് സ്ക്വയർ വെച്ചിട്ട് നമുക്ക് താഴെ ഒരു 1 റൂട്ടിനുള്ളിൽ 1 മൈനസ് എക്സ് സ്ക്വയർ ഇല്ലേ. സോ നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. നമുക്ക് ബാക്കി കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ എന്താണ്, ഒരു 1 ഞാൻ ആഡ് ചെയ്യും, അതായത് പ്ലസ് 1ഉം ഒരു മൈനസ് 1ഉം. 1 എന്ന് വെച്ചാൽ ഒരു പ്ലസ് 1ഉം ഇവിടെ ഒരു മൈനസ് 1ഉം. ഓക്കെ, റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ dx. ഇനി നമുക്ക് ഇവിടേക്ക് എഴുതാം എക്സ് സ്ക്വയർ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ 2, എക്സ് സ്ക്വയർ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ 2 പ്ലസ് 1/2. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. അത് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ അല്ലെ. നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ അല്ലെ. ഇനി നമുക്ക് ഇന്റഗ്രേഷന് ഇതിന് സെപ്പറേറ്റ് കൊടുക്കാം. ഓക്കെ, 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പം ഇന്റഗ്രേഷൻ വന്ന ഒരു dxഉം വരും. ബാക്കി ഇവിടെ ഇനി എന്തുണ്ട്, ഒരു മൈനസ് 1 ഉണ്ട്, അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. മൈനസ് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ dx. ഓക്കെ, സോ ഇതിനെ നമുക്ക് ഒന്നുകിൽ ഒരു ഇന്റഗ്രേഷൻ കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് എന്താണ് സെപ്പറേറ്റ് എന്താണ് ഇന്റഗ്രേഷൻ കൊടുക്കുക. അപ്പൊ ഇതിന് നമുക്കൊരു ഇന്റഗ്രേഷൻ കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്താണ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമുക്ക് എക്സ് സ്ക്വയർ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ 2 ഓക്കെ പ്ലസ് 1/2. ഇനി 1 മൈനസ് എക്സ് സ്ക്വയറും റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയറും കൂടെ ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് മുകളിൽ വരും അല്ലെ, റൂട്ട് ഓഫ് ഒരു 1 മൈനസ് എക്സ് സ്ക്വയർ dx ആണല്ലോ. മൈനസ് ഇതിനെ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് എന്താണ് 1 ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വെച്ചിട്ട് ഡയറക്റ്റ് നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, ഇതിന് നമ്മൾ പുതിയൊരു ഇക്വേഷൻ പഠിക്കും, അത് ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം. ഓക്കെ, മൈനസ് ഇന്റഗ്രൽ ഓഫ് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ dx. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഇക്വേഷൻ പഠിക്കാം. ഇവിടെ നമുക്ക് ഇന്റഗ്രൽ ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ അല്ലെ, ഇന്റഗ്രൽ ഓഫ് റൂട്ടിന്റെ ഉള്ളിൽ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഫോം അല്ലേ dx. ഇതിന് നമുക്കൊരു ആൻസർ ഉണ്ട്, എക്സ് ബൈ 2. എക്സ് എടുക്കുക, ഹാഫ് എടുക്കുക, എക്സ് ബൈ 2. പിന്നെ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന അതേപോലെ നമ്മൾ എഴുതുക, റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അതേപോലെ എഴുതുക, നമ്മുടെ ക്വസ്റ്റ്യൻ അതേപോലെ എഴുതുക. ഓക്കെ, ഇനി അടുത്തത് പ്ലസ്, ഇനി എക്സ് ഓൾറെഡി എടുത്തല്ലോ, ഇനി നമ്മൾ എ എടുക്കുക, പക്ഷെ അതിന്റെ സ്ക്വയർ എടുത്തിട്ടാണ് ഹാഫ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ സ്ക്വയർ ബൈ 2. ഓക്കെ, നമുക്ക് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ, സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. ഇതാണ് നമുക്ക് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിന്റെ ഇക്വേഷൻ. അപ്പൊ എങ്ങനെയാ നമ്മൾ എഴുതുക, ആദ്യം എക്സിനെ എടുക്കുക, ഹാഫ് എക്സ് ബൈ 2 ക്വസ്റ്റ്യൻ എഴുതുക, പ്ലസ് അടുത്തത് എനെ എടുക്കുക, എന്റെ സ്ക്വയർ എടുക്കുക ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഇതിനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ ഇത് നമുക്ക് I1 എന്നും ഇതിനെ നമുക്ക് I2 എന്നും എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഇവിടെ കൊടുത്താൽ മതി. അപ്പൊ ഞാനിപ്പോ I1നെ എടുക്കുമ്പോൾ I1 എന്ന് വെച്ചാൽ എന്താണ്, ഇന്റഗ്രൽ ഓഫ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ dx. നമുക്ക് ഇതിന്റെ ഇക്വേഷൻ നമുക്ക് ചെയ്യാം. ഇക്വേഷൻ ആണ് എക്സ് ബൈ 2. ഓക്കെ, എക്സ് ബൈ 2. ഓക്കെ, എക്സ് ബൈ 2 അതുപോലെ എഴുതി, റൂട്ട് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എഴുതുന്നത്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്, അതേപോലെ എഴുതി അല്ലെ, നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ അതേപോലെ എഴുതി. ഓക്കെ, ഇനി പ്ലസ്
a²/2 ഇവിടെ a ആണ്, പക്ഷെ ഇവിടെ നമുക്ക് a യുടെ പ്ലേസിൽ 1 ആണ്. സോ 1²/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് 1/2. ഓക്കെ, സൈൻ ഇൻവേഴ്സ് x/a എന്ന് വെച്ചാൽ 1 അല്ലേ. സോ സൈൻ ഇൻവേഴ്സ് x പ്ലസ് c1 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഇതാണ് നമ്മുടെ i1 നമുക്ക് കിട്ടി. ഓക്കെ, സോ ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ i1നെ നമുക്ക് തിരിച്ച് ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ അല്ലേ. സോ ഇവിടെ നമുക്ക് x² സൈൻ ഇൻവേഴ്സ് x/2 പ്ലസ് 1/2 ബ്രാക്കറ്റ് ഇട്ടു. ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടി ഇതാണെന്ന്. അത് ഞാൻ എഴുതി x/2 √1 - x² പ്ലസ് 1/2 സൈൻ ഇൻവേഴ്സ് x എന്നാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, എല്ലാത്തിനും കൂടെ നമുക്ക് അവസാനം ഒരു വലിയ c കൊടുക്കാം. ഓക്കെ, ഇനി മൈനസ് ഇതിന്റെ ഉത്തരം എന്താണ് 1/√a² - x² എന്താണ് സൈൻ ഇൻവേഴ്സ് x/a പ്ലസ് c ആണ് അല്ലെ. സോ മൈനസ് സൈൻ ഇൻവേഴ്സ് x/a, അതായത് x/a എന്ന് വെച്ചാൽ 1 ആണ്, പ്ലസ് c. അപ്പൊ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എല്ലാത്തിനും കൂടെ ഒരു വലിയ c ഇട്ടു നമ്മള്. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ, ഈ 1/2 നമുക്ക് ഉള്ളിലേക്കൊക്കെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്കൊന്ന് അറേഞ്ച് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, സോ x²/2 സൈൻ ഇൻവേഴ്സ് x പ്ലസ് ഇത് ഞാൻ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തപ്പം x/4 √1 - x² പ്ലസ് 1/4 സൈൻ ഇൻവേഴ്സ് x. ഓക്കെ, മൈനസ് 1/2 സൈൻ ഇൻവേഴ്സ് x പ്ലസ് c. നമ്മൾ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്തു. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഒരു ടേം ഉണ്ട്, സൈൻ ഇൻവേഴ്സ് എക്സിന്റെ രണ്ടാമത്തെ ടേം, സൈൻ ഇൻവേഴ്സ് എക്സിന്റെ മൂന്നാമത്തെ ടേം. ഇതിനുള്ള നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്താണ് സോൾവ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനിയിപ്പോ ഇതൊന്നും വേണ്ടല്ലോ, നമുക്ക് റബ്ബ് ചെയ്ത് കളയാം. Okay, so x²/2 sin inverse x plus x/4 √1 - x². ഇതും കൂടെ പോവാം. 1/4 minus 1/2 is minus 1/4. Okay, so minus 1/4 sin inverse x plus c. Okay, ഇവിടെ നമുക്കൊരു സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ടേം ഉണ്ട്, ഇനി ഒരു സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ടേം ആണ് അല്ലെ. സോ ഇതിന്റെ കൂടെ നമുക്ക് എന്താണോ LCM എടുത്ത് ശരിയാക്കാം. അതായത് x²/2 സൈൻ ഇൻവേഴ്സ് എക്സും മൈനസ് 1/4 സൈൻ ഇൻവേഴ്സ് എക്സും. ഓക്കെ, പിന്നെ ബാക്കി എന്തുണ്ട് പ്ലസ് x/4 √1 - x² പ്ലസ് c. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്താണ്, നമുക്ക് 4 നമ്മൾ LC എടുത്തു. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് വരും, ഇവിടെ നമുക്കൊരു എന്തും കൂടെ വരും, ഒരു 2 കൂടെ നമുക്ക് വരും അല്ലെ. അപ്പം 2x² സൈൻ ഇൻവേഴ്സ് എക്സ് മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, പ്ലസ് x/4 √1 - x² പ്ലസ് c. ഓക്കെ, സോ 2x², ഇവിടെ നമുക്ക് സൈൻ ഇൻവേഴ്സ് എക്സിനെ കോമൺ എടുക്കാം. സൈൻ ഇൻവേഴ്സ് എക്സിനെ കോമൺ എടുക്കുമ്പോൾ നമുക്ക് ബാക്കി എന്ത് വരും, 2x² - 1 എന്ന് വരും അല്ലെ. സോ 2x² - 1/4. ഓക്കെ, പ്ലസ് x into √1 - x²/4 പ്ലസ് c. ഓക്കെ, സോ ഇതായിരിക്കും നമ്മുടെ ഫൈനൽ 2x² - 1. ഓക്കെ, കറക്റ്റ് ആണ്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, സോ നമ്മൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഐലേറ്റ് വെച്ചിട്ട് അറേഞ്ച്മെന്റ്സ്, ഇപ്പൊ നിങ്ങൾ ഇത് അറേഞ്ച് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ കുറേ വരെ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, എവിടെയെങ്കിലും സ്റ്റക്ക് ആകുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഞാൻ ഫസ്റ്റ് തന്നെ അറേഞ്ച് ചെയ്തിട്ടില്ല എന്ന്.
സോ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഹൈലൈറ്റ് വെച്ചിട്ട് എന്താണ് ടേംസിനെ അറേഞ്ച് ചെയ്തിട്ട് മാത്രം കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 8th ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ ഓഫ് എക്സ് ടാൻ ഇൻവേഴ്സ് എക്സ് ഡി എക്സ്. ഓക്കെ, സോ ഇവിടെ തന്നെ നമുക്ക് ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ് വന്നിരിക്കുന്നത്. സോ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇൻവേഴ്സ് ഫംഗ്ഷൻ ആയിരിക്കും എഴുതുന്നത്. ഓക്കെ, സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എക്സ് ഡി എക്സ്. ഓക്കെ, സോ ഇനി നമുക്ക് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഇൻറ്റു integral of seconds, that is x square by 2. First into integral of seconds minus integral of derivative of tan inverse x is 1 by 1 plus x square into integral of seconds, that is x square by 2 dx. Okay, ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? x square by 2 tan inverse x minus ഇന്റഗ്രൽ ഓഫ് ഈ 1/2 നമുക്കങ്ങ് പുറത്തെടുക്കാം. ഓക്കെ, സോ ബാക്കി നമുക്ക് എന്തുണ്ട്? എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് എക്സ് സ്ക്വയർ ബൈ 2 ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് 1/2 ഇന്റഗ്രൽ ഓഫ് ഇത് നമുക്ക് 1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ ടേംസിൽ നമുക്ക് എഴുതാം. ദാറ്റ് ഇസ് 1 പ്ലസ് എക്സ് സ്ക്വയർ, പിന്നെ ഒരു -1 കൂടെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തോടെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. സോ 1 പ്ലസ് എന്നിട്ട് ഈ 1 കൂടെ ക്യാൻസൽ ആകുമ്പോൾ എന്താ നമുക്ക് എക്സ് സ്ക്വയർ അല്ലേ കിട്ടത്തുള്ളൂ. സോ ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഓക്കെ, എക്സ് സ്ക്വയർ ബൈ 2 ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് 1/2. നമുക്കൊരു ബ്രാക്കറ്റ് ഇടാം, ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇന്റഗ്രൽ ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഓക്കെ, സോ ഇത് നമ്മുടെ ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. ഓക്കെ, ഇത് നമുക്ക് എന്താണ് ഡയറക്റ്റ് എന്താണ് 1/a tan inverse x by a plus c നമുക്ക് ഫോർമുല യൂസ് ചെയ്യാം അല്ലേ. സോ നമുക്ക് x square by 2 tan inverse x minus 1/2 അതേപോലെ എഴുതി. integral of 1 dx is x അതുപോലെ എഴുതി മൈനസ് 1 by എന്താണ് 1 plus x square tan inverse x by 1/a tan inverse x by a അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആണ്. സോ പ്ലസ് c നമുക്ക് ഇതിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2, അതായത് നമുക്ക് 1/2 ഒന്ന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് സ്ക്വയർ ബൈ 2 ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് 1/2 എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 2 പ്ലസ് 1/2 ടാൻ ഇൻവേഴ്സ് എക്സ് അല്ലെ. മൈനസ് 1/2 മൈനസ് 1/2 എക്സ് എന്ന് എഴുതി, മൈനസും കൂടെ പ്ലസ് ആയി 1/2 tan inverse x പ്ലസ് c. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഇതിനെ രണ്ടും കൂടെ അടുപ്പിച്ച് എഴുതാം. അതായത് എക്സ് സ്ക്വയർ ബൈ 2 tan inverse x പ്ലസ് 1/2 tan inverse x മൈനസ് 1/2 എക്സ് അല്ലെങ്കിൽ എക്സ് ബൈ 2 പ്ലസ് c. അപ്പൊ ഇത് രണ്ട് ടേം കൂടെ എടുക്കുമ്പോൾ നമുക്ക് tan inverse x നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം അല്ലെ. സോ tan inverse x കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഓക്കെ, ഇവിടെ എന്തുണ്ട്? എക്സ് സ്ക്വയർ ബൈ 2 ഉണ്ട്. ഓക്കെ, എക്സ് സ്ക്വയർ ബൈ 2 ടാൻ ഇൻവേഴ്സ് എക്സ് 1/2 കൂടെ വേണമെങ്കിൽ എടുക്കാം അല്ലേ, കാരണം 1/2 ഓൾറെഡി കോമൺ ഉണ്ട്. ഓക്കെ, സോ ടാൻ ഇൻവേഴ്സ് എക്സ് നമുക്കിപ്പോൾ കോമൺ എടുക്കാം. അപ്പം നമ്മൾ 1/2 കൂടെ കോമൺ എടുക്കണ്ട, എക്സ് സ്ക്വയർ ബൈ ടാൻ ഇൻവേഴ്സ് എക്സിനെ കോമൺ എടുക്കുമ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 1 അല്ലെ. എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 1/2 എന്ന് വരും അല്ലെ. 1/2 കൂടെ കോമൺ എടുത്തായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു. ഓക്കെ, സോ ദാറ്റ് ഇസ് മൈനസ് 1/2 എക്സ് പ്ലസ് സി. ഓക്കെ, സോ ദാറ്റ് ഇസ് ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ഓക്കെ, ഇത് നമുക്ക് ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 1/2 ഒരുമിച്ച് എഴുതാമല്ലോ. എക്സ് സ്ക്വയർ പ്ലസ് 1/2 ഒന്ന് ഒരുമിച്ച് എഴുതാം അല്ലേ. മൈനസ് 1/2 എക്സ് പ്ലസ് സി. ക്വസ്റ്റ്യൻ നമ്പർ 9, ഇന്റഗ്രൽ ഓഫ് എക്സ് കോസ് ഇൻവേഴ്സ് എക്സ് ഡി എക്സ്.
നമ്മൾ ഇതിന്റെ തന്നെ നമ്മൾ ഏതാണ് ഈ 7th ക്വസ്റ്റ്യൻ ചെയ്തു എക്സ് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ചെയ്തിരുന്നു അല്ലെ. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സോ ദിസ് ഇസ് ഇന്റഗ്രൽ ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഓക്കെ, സോ ദിസ് ഇസ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇസ് കോസ് ഇൻവേഴ്സ് എക്സ്, ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ദാറ്റ് ഇസ് എക്സ് സ്ക്വയർ ബൈ 2. ഓക്കെ, പ്ലസ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് integral of derivative of first that is minus 1 by root of 1 minus x square cos inverse x ന്റെ derivative എടുത്തു into integral of second that is x square by 2 dx. Okay, so x square by 2 cos inverse x minus integral of minus x square from 1 by 2 അങ്ങ് പുറത്തെടുക്കണം. Okay, x square by root of 1 minus x square dx. So ഇവിടെ നമുക്ക് 1 minus x square എന്ന് വരുത്തണം അല്ലേ. So that is x square by 2 cos inverse x minus 1 by 2 into integral of 1 minus x square minus 1 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ അല്ലേ, root of 1 minus x square dx. ഇനി നമ്മൾ എന്താ ചെയ്യാ? സ്പ്ലിറ്റ് ചെയ്യുക അല്ലേ. So that is x square by 2 cos inverse x minus 1 by 2 ഒരു ബ്രാക്കറ്റ് ഇട്ടു. അപ്പൊ എങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക? ഇന്റഗ്രൽ ഓഫ് 1 minus x square by root of 1 minus x square. മറ്റേ ക്വസ്റ്റ്യൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇത് എളുപ്പമാണ് ചെയ്യാനേ. ഓക്കെ, മൈനസ് എന്താണ്? ഇന്റഗ്രൽ ഓഫ് 1 by root of 1 minus x square dx. ഓക്കെ, so that is x square by 2 cos inverse x minus 1 by 2. ഇവിടെ നമുക്ക് നമ്മുടെ ഇക്വേഷൻ യൂസ് ചെയ്യാം അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ഇതുകൂടെ കട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാ കിട്ടുക? മുകളിൽ റൂട്ട് വരും അല്ലെ, റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും അല്ലെ. ഓക്കെ, റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്താണ്? ദാറ്റ് ഇസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഫസ്റ്റ് എക്സ് സ്ക്വയർ എക്സ് എടുക്കുക, സ്ക്വയർ ചെയ്യുക, ബൈ 2 എടുക്കുക. സോ ദാറ്റ് ഇസ് എക്സ് സ്ക്വയർ ബൈ 2 നമ്മുടെ ക്വസ്റ്റ്യൻ പ്ലസ് എ സ്ക്വയർ അല്ലെ. എക്സ് സ്ക്വയർ ഇല്ല, എക്സ് ബൈ 2 മാത്രമേ ഉള്ളൂ. എക്കാണ് സ്ക്വയർ, അപ്പം എ സ്ക്വയർ ബൈ 2 ദാറ്റ് ഇസ് 1 ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ, സൈൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞു. അപ്പൊ ഇതും കൂടെ നമുക്ക് ഡയറക്റ്റ് അങ്ങ് ചെയ്യാം അല്ലെ. നമുക്കിത് അറിയാലോ, 1 ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നമ്മുടെ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഇത് വെച്ചിട്ട് ചെയ്യാം. 1 ബൈ എ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. ഓക്കെ, അപ്പൊ നമുക്ക് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ ഒറ്റയടിക്ക് ഇക്വേഷൻസ് കൊടുത്തു. അപ്പൊ എക്സിനെ എടുക്കുമ്പോൾ നമ്മൾ സ്ക്വയർ ചെയ്യില്ല, എക്സ് ബൈ 2. അടുത്തത് എനെ എടുക്കുമ്പോൾ നമ്മൾ എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി ആണ്. ഓക്കെ, മൈനസ് എന്താണ്? നമുക്ക് ഇവിടെ നമ്മൾ ഡയറക്റ്റ് എന്താണ്? സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ അത് കൊടുത്തു. എല്ലാത്തിനും കൂടെ ഒരു സിയും കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഈ 1 ബൈ 2നെ ഉള്ളിലേക്ക് എന്താണ്? മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. ഓക്കെ, സോ ദാറ്റ് ഇസ് എക്സ് സ്ക്വയർ ബൈ 2 കോസ് ഇൻവേഴ്സ് എക്സ് മൈനസ് എക്സ് ബൈ 4 മൈനസ് എക്സ് ബൈ 4 മൈനസ് എക്സ് ബൈ 4 ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇനി മൈനസ് 1 ബൈ 4 സൈൻ ഇൻവേഴ്സ് എക്സ് plus 1 by 2 sin inverse x plus c. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെയും കൂടെ സിംപ്ലിഫൈ ചെയ്യാം അല്ലെ. അതിനെയും കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1 by 2 മൈനസ് 1 by 4 എന്നാണ് അല്ലെ. 1 by 2 മൈനസ് 1 by 4 ആണ്. സോ അത് നമുക്ക് ചെയ്യാം. സോ എക്സ് സ്ക്വയർ ബൈ 2 കോസ് ഇൻവേഴ്സ് എക്സ് മൈനസ് എക്സ് ബൈ 4 റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, പ്ലസ് 1 by 4 സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് കോസ് ഇൻവേഴ്സും ഇവിടെ നമുക്ക് സൈൻ ഇൻവേഴ്സും ആണ്. നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ പൈ ബൈ 2 ആണ്.
ഓക്കെ അല്ലേ? സോ നമുക്ക് സൈൻ ഇൻവേഴ്സ് എക്സിനെ എങ്ങനെ എഴുതാം? സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 2 മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. അപ്പൊ ഇതും കോസ് ഇൻവേഴ്സിന്റെ ടേംസിലാവത്തില്ലേ? സോ എക്സ് സ്ക്വയർ ബൈ 2 കോസ് ഇൻവേഴ്സ് എക്സ്, ഞാൻ ലാസ്റ്റ് ടേം എഴുതുകയാണ് 1/4. സൈൻ ഇൻവേഴ്സ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? പൈ ബൈ 2 മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതി. ഓക്കെ, ബാക്കിയുള്ള ഈ ടേം മൈനസ് എക്സ് ബൈ 4 റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് സി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സ് സ്ക്വയർ ബൈ 2 കോസ് ഇൻവേഴ്സ് എക്സ് ഞാൻ 1/4 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. സോ പ്ലസ് പൈ ബൈ 8 മൈനസ് 1/4 കോസ് ഇൻവേഴ്സ് എക്സ് മൈനസ് എക്സ് ബൈ 4 റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് സി. ഓക്കെ, ഇനി അടുത്ത എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇതിനെ കൂടെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോൾവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്താണ് LCM എടുത്തിട്ട് നമുക്ക് എഴുതാം. അതുപോലെ തന്നെ ഒരു കാര്യം, ഈ പൈ ബൈ 8 ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അത് നമുക്ക് നമ്മുടെ സിയില് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് അങ്ങ് ചേർക്കാം. ഓക്കെ, ഇതും അതൊരു കോൺസ്റ്റന്റ് ആണ്. സോ അതിന് പകരം നമുക്കൊരു വലിയ സി അങ്ങിടാം. ഇതും കൂടെ ചേർത്തിട്ട് അതൊരു കോൺസ്റ്റന്റ് വാല്യൂ അല്ലേ? സോ ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ ബൈ 2 കോസ് ഇൻവേഴ്സ് എക്സും പിന്നെ നമ്മുടെ മൈനസ് 1/4 കോസ് ഇൻവേഴ്സ് എക്സും അടുപ്പിച്ചെഴുതാം. മൈനസ് എക്സ് ബൈ 4 ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് സി. ഓക്കെ, സോ ഇവിടെ നമുക്ക് LC എടുക്കുമ്പോൾ 4 താഴെ വരും. സോ ഇവിടെ ഒരു 2 വരും. 2x സ്ക്വയർ കോസ് ഇൻവേഴ്സ് എക്സ് മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് വരും. ഓക്കെ, സോ മൈനസ് എക്സ് ബൈ 4 ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് സി. ഇവിടെ നമുക്ക് എന്ത് കോമൺ എടുക്കാം? കോസ് ഇൻവേഴ്സ് എക്സിനെ കോമൺ എടുക്കാം അല്ലെ? നമുക്ക് മുകളിൽ എഴുതാം. സോ ദാറ്റ് ഇസ് കോസ് ഇൻവേഴ്സ് എക്സിനെ കോമൺ എടുക്കുമ്പോൾ 2x സ്ക്വയർ മൈനസ് 1/4 അല്ലെ? 4 ഉണ്ട്. മൈനസ് എക്സ് ബൈ 4 റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് സി. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇതും നമ്മുടെ എക്സ് ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സും എന്താണ് ഒരേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, so students, if you like my videos, please like, share and subscribe my channel. Thank you so much.